അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. സാറുണ്ടല്ലോ അവിടെ? ആ ഉണ്ടല്ലോ, അകത്തുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ അല്പം ലേറ്റായി, അപ്പോൾ അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമേൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം പെരുന്നാളല്ല, എല്ലാവർക്കും പെരുന്നാളിൻ്റെ അവനാൻ്റെ കുടുംബങ്ങളായിട്ടും സുഹൃത്തുക്കളെ കാണേണ്ട സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ പെരുന്നാൾ സാറിൻ്റെ പെരുന്നാൾ ഇപ്പോൾ ഏതുവരെ ആയിട്ടുണ്ട്? രാവിലെ പള്ളിയിൽ പോയി, 9:30 മണിക്ക് പള്ളിയിൽ പോയി, പിന്നെ അറിവ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇവിടെ വന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളുടെ അനിയന്മാരെ വീട്ടിൽ, പെങ്ങന്മാരെ വീട്ടിൽ, മൂത്താപ്പാരെ വീട്ടിൽ, ഇളാപ്പാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിച്ചു. ഇനി അത് ഇപ്രാവശ്യം പെരുന്നാൾക്ക് വെച്ചാൽ മക്കൾ ഒന്നും ഇല്ല. മകന് ആണെങ്കിൽ ദുബായിലാണ്, പിന്നെ മൂത്ത മാളും ഫാമിലി അബുദാബിയിലാണ്. ചെറിയ പെരുന്നാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോള് അവളുടെ മനുവൻ്റെ അവിടെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, എൻ്റെ മലപ്പുറത്താണ്. അവർ രാത്രി വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒന്ന്, പിന്നെ എല്ലാവർക്കും ലീവാണ്, സ്റ്റാഫിനൊക്കെ ലീവാണ്. വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ എല്ലായിടത്തും പോയി ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കി എല്ലാവരുടെയും വിഷയങ്ങളൊക്കെ ഇറങ്ങും. സ്വാഭാവികമായിട്ട് നമുക്ക്, ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ കുടുംബ ബന്ധങ്ങളെല്ലാവരും എപ്പോഴുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരാളാണ്. സാറിൻ്റെ കൂടെ ആ ഒരു പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിന് മുൻപൊക്കെ പലതവണ വന്ന സമയത്തൊന്നും പറ്റിയിട്ടില്ല. എനിവേ ഇന്ന് സാറിൻ്റെ കൂടെ കൂടെയാണ്. ഇത്തന്നെ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ വിളിക്കാം. റസിയ, ഭാര്യ റസിയാണ്. ഞങ്ങൾ 4 മക്കളായിരുന്നു. ഒരു കുട്ടി പിന്നെ അസുഖമായിട്ട് 19ാമത്തെ വയസ്സ് 2001 മരിച്ചു. അപ്പോൾ 2 പെൺകുട്ടികളും 1 ആൺകുട്ടികളുണ്ട്. കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ജോലിയിലാണ്. പെൺകുട്ടികളെ എല്ലാവരും കല്യാണം കഴിച്ചു. മകൻ്റെ നിക്കാഹ് കഴിഞ്ഞു. മൂത്ത ആള് സണ്ണിലോ അബുദാബിയിലാണ്, മകന് ദുബായിൽ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ സണ്ണിലോ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. മോള് പെരുന്നാളെ ഇപ്പം മലപ്പുറത്ത് അവിടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ഞാൻ ഏതായാലും നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് ഇത്താനോട് ചോദിക്കാം. ഇത്താൻ്റെ ഇന്നത്തെ ഒരു പെരുന്നാളിൻ്റെ വിശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാം. പെരുന്നാൾ എങ്ങനെയാണ് പെരുന്നാൾ? ഇന്ന് പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് കുട്ടികളൊന്നുമില്ല. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് കുട്ടികളെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി കുടുംബ വീടുകളിലൊക്കെ പോകണം. പെരുന്നാൾ പള്ളി ഇറങ്ങി വന്നു, ഭക്ഷണം കഴിഞ്ഞു, അറവൊക്കെ കഴിഞ്ഞു. ഇനി വീടുകളിൽ കുടുംബബന്ധം പുലർത്തുക എന്നുള്ള ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കുടുംബ വീടുകളിലൊക്കെ പോകണം. അതെ, പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വരവ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ നോർമലി വിചാരിക്കുക എന്തെങ്കിലും ഒരു കുടുംബിനിയായിട്ട് കഴിയുന്നു എന്നായിരിക്കും. പക്ഷെ അതല്ല. ഈ ഒരു കുടുംബം ശരിക്കും ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ കുടുംബമാണ്. ഇവർ 2 പ്രാവശ്യം ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റുമാണ്. സോ സമ്പൂർണ്ണ രാഷ്ട്രീയ കുടുംബത്തിലെ ഇന്നത്തെ പെരുന്നാൾ വിശേഷത്തിലൂടെ നമുക്ക് കിടക്കാം. സാറിൻ്റെ ഒരു ഇത്രയും കാലത്തെ പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ സാറിൻ്റെ പഴയ കാലത്ത് ഒരു ഉപ്പാൻ്റെ കൂടെയുള്ള ഒരു പെരുന്നാൾ വിശേഷം അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു അനുഭവം അതൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ എങ്ങനെ? ഇപ്പം മരിച്ചിട്ട് 24 കൊല്ലമായി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, ഇപ്പം ഞാൻ 1986 ഇങ്ങോട്ട് താമസം മാറ്റിയതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് താമസം ഇപ്പോഴുള്ള ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. പക്ഷെ അന്നും ഞങ്ങൾ പെരുന്നാളൊക്കെ പലയിടത്ത് പോയിട്ടാണ് ഒത്തുകൂടാറുള്ളത്. പിന്നെ ഞാനിങ്ങോട്ട് മാറി പിന്നെ 5 കൊല്ലം പിന്നെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. 91 അപ്പം ലോകത്തോട് ഇവിടെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള കാലത്ത് ഞങ്ങൾ പല കൂടെ എല്ലാവരും കുട്ടികളും എല്ലാവരും ഒത്തുകൂടും. അത് കഴിഞ്ഞ് പെങ്ങന്മാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വരും. പെരുന്നാളിൻ്റെ അന്ന് ഇപ്പോൾ നാട്ടിലുണ്ടാവും, വീട്ടിലുണ്ടാവും. അതിൻ്റെ തലേന്നാണെങ്കിലും ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ സാധാരണ ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ചെറിയ പെരുന്നാളാണെങ്കിൽ ഈ ഫിത്തറിൻ്റെ അരി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങാടി പോയി അവിടെ ഇടുന്നത്. അന്നൊക്കെ ഇന്നത്തെ സംവിധാനമല്ല. അന്നൊക്കെ അരികളൊക്കെ എല്ലാവരും ഒന്ന് കളക്ട് ചെയ്ത് അതിനൊക്കെ സജീവമായി അപ്പം പങ്കെടുക്കുന്നതും അതൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അതൊരു അനുഭവമായിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ഒത്തുകൂടി
പിന്നെ കുടുംബങ്ങളും ആ മൂത്താപ്പാരും എളാപ്പാരും എല്ലാവരും ഒന്ന് അവരെ മക്കളും അവരൊക്കെ വരുമ്പം അന്നൊരു കൂട്ടുകുടുംബത്തിൽ നല്ലൊരു ആഘോഷമായിരുന്നു. എല്ലാവരും ഒത്തുകൂടാനും പിന്നെ എല്ലാവർക്കും അത് അപ്പം അങ്ങനെ വലിയ തിരക്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉപ്പാനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു അവസ്ഥ. കാരണം മറ്റുള്ള ആളുകളൊക്കെ അന്ന് കഴിയുന്നതും ആളുകൾ വിസിറ്റേഴ്സ് കുറവുള്ള ഒരു സമയമായിരുന്നു. അപ്പം അന്ന് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു എല്ലാവരുമായിട്ട് നന്നായിട്ട് എല്ലാവരുടെയും കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയവും കാലഘട്ടമായിരുന്നു അത് അന്നത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ കുട്ടികളുടെയൊക്കെ സ്വഭാവത്തിലൊക്കെ ഉള്ള മാറ്റങ്ങൾ എന്നിരുന്നാലും നമ്മൾ ആ പഴയ ഈ ഇതിന് തന്നെ വാപ്പ കാണിച്ചത് ആ മാർഗത്തിൽ കൂടി തന്നെയാണ് നമ്മളിപ്പോഴും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ അന്യന്മാരുടെ മക്കളായാലും അവരുടെ ഭാര്യമാരായാലും പെങ്ങന്മാരായാലും മളിയന്മാരായാലും കുട്ടികളും എല്ലാവരും ഞങ്ങൾ എപ്പോഴും ഒന്ന് ഒത്തുകൂടും. പെരുന്നാൾക്ക് ഒത്തുകൂടും. നോമ്പിന് കൊല്ലത്തിന് ഉമ്മാൻ്റെ അടുത്ത് എല്ലാവരും ഇപ്പോഴും എല്ലാ റംസാനും എല്ലാവരും പെക്കളും ഇരക്കളും ഒരുമക്കളും എല്ലാവരും ഒക്കെ ഒന്ന് ഒത്തുകൂടും. അങ്ങനെ ഇപ്പോഴും നല്ലൊരു കെട്ടുറപ്പോട് കൂടി തന്നെയാണ് കുടുംബം കൂടെ. അത് വാപ്പ ഞങ്ങൾക്ക് കാണിച്ചെന്ന ഒരു മാതൃക. ഇപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പെരുന്നാളിന് മക്കൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒരു ഉമ്മ എന്നുള്ള എനിക്ക് എന്തായാലും ഒരു വിഷമമുണ്ടാവും. അപ്പം പഴയ ആ ഒരു ഇത് ഇക്ക പറഞ്ഞു. അപ്പോൾ അതേപോലെ മക്കളില്ലാതെ ഇങ്ങനെ ഒരു ആഘോഷം ആഘോഷിക്കുമ്പോൾ എന്ത് ഫീലിംഗ് ആണ്? അതേപോലെ തന്നെ ഒരു ചോദ്യമാണെന്ന് വെച്ചാൽ പല സമയങ്ങളിലും സാറെ കൂടെ കിട്ടില്ല, പലപ്പോഴും തിരക്കായിരിക്കും, യാത്രകളിലായിരിക്കും, പല സമയങ്ങളിലും തിരക്കിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്ത് ഇന്നത്തെ ഈ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ മക്കളില്ല. ഈ ഒരു അനുഭവം എന്താണ് ആ ഒരു വ്യത്യാസം? മക്കളുണ്ടാകുമ്പോഴും അവരുടെ മൊത്തത്തിലുള്ളൊരു വ്യത്യാസം എന്താ ഫീൽ ചെയ്യുന്നത് ഇന്നത്തെ ഒരു പെരുന്നാൾ? ഇന്ന് ബഷീർ ഖാനെ പൂർണ്ണമായിട്ടും കിട്ടുന്നൊരു ദിവസമാണ്. MLA ആയതിനു ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു സ്വന്തം കാര്യം സംസാരിക്കാൻ പോലും കിട്ടാറില്ല. ഒരു പെരുന്നാളിനാകുമ്പം അദ്ദേഹം ഫോണൊന്നും കഴിയുന്നത്ര അറ്റൻഡ് ചെയ്യാറില്ല. കഴിയുന്നതും ഫോൺ വരവും കുറവാണ്. പിന്നെ വിഷ് ചെയ്തുള്ള മെസ്സേജുകൾ വരും, അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എനിക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കിട്ടുന്നു എന്നുള്ളൊരു, പിന്നെ കൂടെ പോകാൻ സാധാരണ എല്ലായിടത്തും പോകുന്ന ഡ്രൈവർമാരുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം ആകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കുടുംബ വീടുകളിലൊക്കെ പോകുന്നത്. അന്ന് എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും ലീവാണ്. പിന്നെ അന്നെ ഡ്രൈവ് ചെയ്ത് കാണുക തന്നെയാണ്, ഞങ്ങൾ രണ്ടാളും തന്നെയാണ് പോകുക. ഒന്നിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നത് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ്. അപ്പോൾ വല്ലാത്ത സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ മക്കള് ഇവിടെ അവർ ദുബായിലാണ്. അബുദാബിയിലും ഒരാൾ അബുദാബിയിൽ, മോന് ദുബായിലാണ്. പിന്നെ ഇളയാൾ ബാംഗ്ലൂരാണ്. മോള് പിന്നെ ബാംഗ്ലൂരിലുള്ള മോള് പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ വരും. മറ്റുള്ളവർ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ പെരുന്നാൾ അവരവിടെ അവരവിടെ ഫാമിലി ഇതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ അവർ എല്ലാ ജ്യേഷ്ഠാഞ്ചന്മാരും സിസ്റ്റേഴ്സൊക്കെ അവിടെ ഒന്നിച്ചാണ്. അപ്പോൾ അവരൊന്നിച്ച് ഒരു വീട്ടിൽ ഒത്തുകൂടിയിട്ടാണ് അവർ പെരുന്നാൾ. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ തന്നെയാണ് അവർക്ക്. സാറിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു MLA എന്നുള്ള ഒരു ഇതിലോട്ട് എടുക്കുമ്പോൾ സാറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യമാണെന്ന് വെച്ചാൽ, സാർ നടത്തിയിട്ടുള്ള ഒരു സ്നേഹ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജനസമ്പർക്ക പരിപാടിയുണ്ട്. അത്രയും ഒരു വലിയൊരു പരിപാടി, അത്രയും മികച്ച രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയെ പോലെ നല്ലൊരു മികച്ച രീതിയിലുള്ളൊരു ജനസമ്പർക്ക പരിപാടി സാറ് നടത്തി. അപ്പോൾ അതൊരു വൻ വിജയമായി മാറുകയും ചെയ്തു. ഇതിനുണ്ടായിട്ടുള്ള സാറിൻ്റെ ഒരു പ്രചോദനം? എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്, ഞാനിത് 34 കൊല്ലമായിട്ട് ഈ സജീവ രാഷ്ട്രീയത്തിനും പൊതു പ്രവർത്തനത്തിനും സജീവമായി പങ്കാളിത്തമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇങ്ങനെ അതുപോലെ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റ്, ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടർ, ഇങ്ങനെയൊക്കെ താഴെക്കിടയിൽ നിന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത് കണ്ടും അറിഞ്ഞും അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ എൻ്റെ റോൾ മോഡൽ എന്നത് എൻ്റെ വാപ്പയാണ്. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ ഈ MLA ആയതിനു ശേഷം, MLA ആകുന്നതിന് മുമ്പും ഒക്കെ ഈ പല ആളുകളും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ രോഗികളായ ആളുകൾക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഒരുപാട് സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നു.
അപ്പോൾ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ, കാരണം നമ്മളൊരു MLA ആയി അവർ നമ്മൾ തിരഞ്ഞെടുത്തു, ആ തിരഞ്ഞെടുത്ത ആ സ്ഥാനത്തോട് 100% നീതി പുലർത്തണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും ആളുകൾക്ക് എപ്പോഴും നമ്മളെ കാണാൻ സാധിച്ചെങ്കിൽ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നറിയാമെന്നും വേണ്ടിയിട്ടാണ് ഞാൻ ജനസമ്പർക്ക പരിപാടി നടത്തിയത്. നമ്മൾ കാണുന്ന മാതിരി അല്ല നമ്മുടെ ഒരു ചുറ്റുപാട് നല്ലത്, നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം കണ്ടാൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാവില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ സ്ഥാനങ്ങളും മാനങ്ങളും സൗകര്യങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് സഹായിക്കാൻ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി കൂടി ഇതിന് ഞാൻ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചു. 6000-ഓളം ആളുകൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. അത് ഒരുപാട് ആളുകൾക്ക്, ഞാൻ 1900 ആളുകൾക്ക് ചികിത്സാ ധനസഹായങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഫണ്ടാണിത്, മറ്റുള്ളവരിക്കുന്ന പണം വാങ്ങിയിട്ട് കലക്ടർ പേരിൽ, ഞാനത് സുതാര്യമാകാൻ വേണ്ടിയിട്ട് ജില്ലാ കലക്ടർ പേരിൽ ഈ വരുന്ന ആളുകളുടെ സംഭാവനയും കാര്യങ്ങളും ജില്ലാ കലക്ടർ പേരിൽ അക്കൗണ്ട് തുടങ്ങി. ജില്ലാ കലക്ടറാണ് ഇവർക്കൊക്കെ ധനസഹായം കാര്യങ്ങളൊക്കെ വിതരണം ചെയ്ത്. പിന്നെ ഒരുപാട് ആളുകൾ പ്രശ്നമുണ്ട്, പട്ടയങ്ങൾ കിട്ടാത്ത, അതുപോലെ തന്നെ കുറേ കാലം നികുതി വാങ്ങിയിട്ട് പിന്നെ നികുതി വാങ്ങാത്ത പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ചികിത്സാ ധനസഹായം വാങ്ങിക്കൊടുക്കാൻ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ മാപ്പിളപ്പം തന്നെ പറയും, ഈ പാവപ്പെട്ടവരെ സഹായിക്കാം, അത് പരമാവധി സഹായിക്കണം, നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ പരമാവധി സഹായിക്കാൻ പറ്റുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ദുരിതങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് സ്വയപ്രയത്നാൽ സാമ്പത്തികമായി കൈവിട്ടായപ്പോഴൊക്കെ പാവങ്ങളെ സഹായിക്കുന്നതിന് ഒക്കെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ്. അത് നമുക്ക് ഒരു പാപ്പാൻ്റെ ആ ജീവിതം നമുക്ക് എല്ലാത്തിനും ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് നല്ലൊരു മാർഗ്ഗം. അടുത്തൊരു ചോദ്യം ഇതോടാണ്. അതായത് ഇത്രയും രണ്ടുപേരും വളരെ സമൂഹമായിട്ട് ഇടപഴകി നല്ല സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നിങ്ങൾ രണ്ടുപേരുള്ളത്. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിത ശൈലിയിൽ ഇതെങ്ങനെയാണ് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വിവാഹങ്ങൾ, ഇപ്പോൾ ഒരു പെരുന്നാൾക്കാണ് രണ്ടുപേർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ എന്ന് നമ്മൾ പറഞ്ഞു, വളരെ കുറഞ്ഞ സമയങ്ങളുള്ളൂ. അതേപോലെ മക്കളുണ്ട്, മറ്റുള്ള ആവശ്യങ്ങളുണ്ട്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ശരിക്കും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും? ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താ? ശരിക്കും എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് പോകാൻ കുറച്ച് പ്രയാസമാണ്. കാരണം കുട്ടികളുമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഒരു ഭാര്യ എന്നുള്ളവർക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പൊതുകാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പക്ഷേ പ്രയാസമുള്ള കാര്യം തന്നെയാണ് വളരെ. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും കുറേ അഡ്ജസ്റ്റബിളാണ്, അവർക്കറിയാം, അതുകൊണ്ട് അവർ സഹകരിക്കും. പിന്നെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഗസ്റ്റ് വിചാരിക്കുന്ന ദിവസം വീട്ടിൽ വരാൻ സാധിക്കില്ല, നമ്മൾ ഒഴിവ് നോക്കിയിട്ട് വേണം അവർക്ക് വരാൻ. പ്രത്യേകിച്ചും എൻ്റെ വീട് കോഴിക്കോട് കുന്നമംഗലാണ്. അവിടെ നിന്നൊക്കെ ആർക്കെങ്കിലും വരണമെങ്കിൽ എൻ്റെ ഡേറ്റ് സമയമൊക്കെ ചോദിച്ചിട്ടേ അവർ വരുന്നുള്ളൂ. അങ്ങനെ ഭാവിയിൽ ജനങ്ങളിലോട്ട് ഒരു നല്ല രീതിയിൽ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഇതേപോലുള്ള കൂടുതൽ പദ്ധതികൾ സാർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ എന്താണ് വരാനിരിക്കുന്ന പദ്ധതികൾ? കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ 100% സംതൃപ്തിയാണ്. കാരണം വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ മണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക, എന്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും. വികസനം എന്ന് പറയുന്നത് റോഡും പാലം മാത്രമല്ല, വികസനവും കരുതലുമുണ്ട്. അതായത് ഈ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ക്ഷേമ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സഹോദരൻ. അവർക്കൊക്കെ നല്ലൊരു തൊഴിൽ, ഒരു ജോലി ലഭിക്കാനുള്ള ഒരു സൗകര്യങ്ങളും കൂടി ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ജില്ലയിലെ ആദ്യത്തെ IT പാർക്ക് വരുന്നത് ഈ എറണാകുളം മണ്ഡലത്തിൽ അരീക്കോടാണ്. നമ്മുടെ നാട് അറിയപ്പെടുന്നത് ഫുട്ബോളിൻ്റെ മക്ക എന്നാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നാട്ടിൽ സാറിന് ഒരു ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ സാർ തന്നെ നല്ലൊരു ഫുട്ബോൾ ആരാധകരാണ്, അതിനപ്പുറത്തേക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയറായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു ഫുട്ബോൾ പ്ലെയറായിട്ട് നിന്നിരുന്ന നിങ്ങൾ ഇപ്പം രാഷ്ട്രീയത്തിലോട്ടൊക്കെ വന്നതിന് ശേഷം അതിൽ നിന്ന് അല്പം ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പഴയകാല ആ ഒരു ഫുട്ബോൾ ഓർമ്മകളും
അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? അല്ലേ, ഞാൻ ചെറുപ്പകാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം ഞാൻ മദ്രാസിലെ വിശുദ്ധമായ ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ 4 ഫുട്ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. ഞാനത് ഹോക്കി, അതുപോലെ തന്നെ ഈ ക്രിക്കറ്റ്, പാറ്റ് ടെന്നീസ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഇങ്ങനെ നല്ല ഇന്ന് ഇവിടെ കാണുന്ന ആദ്യം സംവിധാനമുള്ള കോർട്ടുകളൊക്കെ അന്ന് മദ്രാസിലുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഫുട്ബോളിൻ്റെ എൻ്റെ കളിക്കുള്ളൊരു വളർച്ചയ്ക്ക് എനിക്ക് സൗകര്യങ്ങൾ കിട്ടിയത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ക്രമേണ രാഷ്ട്രീയത്തിലേക്ക് പോയതിനു ശേഷം. പക്ഷേ നമ്മൾ ഫുട്ബോളിൻ്റെ മൊക്കെ അരീക്കോട് സെവൻസ് ഫുട്ബോൾ നമ്മുടെ ഈ ചുറ്റുപാടിൽ മഞ്ചേരിയിലും മലപ്പുറത്തും അരീക്കോടും കൊണ്ടോട്ടിയിലും ഒക്കെ ഇടവണ്ണയിലൊക്കെ ഫുട്ബോൾ ആരാധകരുണ്ട്, നല്ല കളിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് വേണമെന്നുള്ള സ്വപ്നം കൊണ്ടാണ് അരീക്കോട് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള 5 ഏക്കർ സ്ഥലത്ത് ഞാൻ MLA ആയി വന്നതിന് ശേഷം അതിൽ അന്നത്തെ സ്പോർട്സ് മന്ത്രി KB ഗണേഷ് കുമാർ ഞാനും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ എനിക്കുള്ള സ്വാധീനം കൂടി ഉപയോഗിച്ച് അരീക്കോട് ഒരു സ്റ്റേഡിയം 11.5 കോടി രൂപ 11,56 ലക്ഷം രൂപക്കാണ് അരീക്കോട് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം 6.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൽ 90% പ്രവൃത്തി പൂർത്തിയായി. ഇനി നമ്മളെ ആളുകൾക്ക് യൂറോപ്യൻ ഫുട്ബോളും അതുപോലെ ലോകകപ്പ് ഫുട്ബോളൊക്കെ കാണുന്ന അതേ രൂപത്തിലുള്ള പച്ച പുല്ല്, അതെ നല്ല പുല്ല്, ഞാൻ പച്ച എന്ന് പറയുമ്പോൾ ഞാൻ ലീഗാന്ന് ഞാൻ പുല്ലല്ലെങ്കിൽ തന്നെ പച്ച കളറാണ് അങ്ങനെയുള്ള പച്ചപ്പുള്ള നല്ല ഗ്രാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പുല്ലുകൾ വിദേശത്ത് ഇറക്കുമതി ചെയ്തിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ച് ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. സാറ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് തന്നെ നമുക്കത് തീരില്ല, അനന്തമായി കിടക്കുകയാണ്. അതിൽ സാറിൻ്റെ പേരിൽ തന്നെ ഒരു റെക്കോർഡ് തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ MLA ഫണ്ട് ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ള ഒരു MLA എന്നുള്ളൊരു റെക്കോർഡ് തന്നെ സാറിൻ്റെ പേരിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് തീരാത്തത് കൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, സാർ എങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്ക് ഭക്ഷണം എല്ലാം നമ്മൾ നോൺ വെജിറ്റേറിയനാണ്. അതിൽ എനിക്ക് ഈ ബീഫ്, അതിൽ മട്ടൺ, അതുപോലെ തന്നെ കോഴി എനിക്ക് ഇറച്ചി കോഴിയിലും വലിയ താല്പര്യം. എനിക്ക് നാടൻ കോഴി ഇഷ്ടമുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ മീൻ കാര്യങ്ങൾ, ഭക്ഷണം എല്ലാതരം ഭക്ഷണങ്ങളും ഉണ്ടാക്കും. ഭക്ഷണത്തിൽ കുക്കിങ്ങിലൊക്കെ വളരെ ഉഷാറാണ്. കാരണം എൻ്റെ പ്രതീക്ഷക്കൊക്കെ പുറത്തായിട്ട് നന്നായിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ആവശ്യമില്ല ഭക്ഷണങ്ങൾ പറയും, ഞാൻ ചോദിക്കും. അതായത് രാവിലെ എന്താണ്, ഉച്ചക്ക് എന്താണ്, രാത്രി എന്താണെന്ന് ഞാൻ ചോദിക്കും. അതുപോലെ തന്നെ ഭക്ഷണം പിന്നെ എല്ലാവർക്കും ഭക്ഷണം വിളിച്ച് കൊടുക്കുക, എല്ലാവരെയും ഇടയ്ക്കിടയ്ക്കൊന്ന് കൂടുക, അത് എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കും. അത് നല്ല നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങൾ ഒക്കെ കഴിക്കും. അതിപ്പം ഇന്നത് കാലത്ത് ഇന്ന തന്നെ ലഭിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അങ്ങനെയൊന്നുമില്ല. രാവിലെ പിന്നെ അങ്ങനെ ഈ പിന്നെ ഇറച്ചിയോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അത് സാധാരണ നമ്മളെല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പുട്ടോ വെള്ളപ്പോ പിന്നെ ദോശയോ അങ്ങനെയുള്ള കാര്യങ്ങളോ പത്തിരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത് അല്ലാതെ ഇന്നത് നിർബന്ധമില്ല. ഉച്ചക്കും രാത്രിയൊക്കെ. പിന്നെ അധികം ഇപ്പോൾ ഈ MLA ശേഷം ഇങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പൊതുവെ മുമ്പൊക്കെ ഞാൻ ഹോട്ടലിൽ നന്നായി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഞാൻ പൊതുവെ ഒരു ഹോട്ടൽ ഭക്ഷണത്തിനോടൊരു വിമുഖത എനിക്ക് ഇപ്പോൾ ഉണ്ട്. പെരുന്നാളിന് ശരിക്കും എല്ലാ പെരുന്നാളിനും ശരിക്കും പെരുന്നാളിന് ഒരു സ്പെഷ്യൽ വിഭവം തന്നെ ഒരു വീടുകളിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ പെരുന്നാളിൻ്റെ ഒരു ഭക്ഷണം പെരുന്നാളിന് കാര്യമായിട്ട് അതിന് ബിരിയാണിയാണ് താല്പര്യം. ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ഏതായാലും ഇവർക്കും താല്പര്യമുള്ള വിഷയമാണ്. കാര്യം മറ്റ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ വിഭവങ്ങളോട് താല്പര്യം പൊതുവെ കുറവാണ്. അതുകൊണ്ട് പെരുന്നാളിന് എന്തായാലും അതൊരു ബിരിയാണി തന്നെ ആയിരിക്കും. പിന്നെ മുമ്പൊക്കെ പായസങ്ങളിലായിരുന്നു ഒതുങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് വിവിധ പുഡിങ്ങുകളിലേക്ക് മാറി. പിന്നെ മറ്റ് സൈഡ് ഡിഷായിട്ട് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാവില്ല. നോൺ വെജ് ആയിട്ട് പറയുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവുമല്ലോ. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് അവരെ പോയി ഡീൽ ചെയ്യട്ടെ. ഷാഫി നിങ്ങൾ സംസാരിച്ചിട്ട്. ഓക്കെ ശരി.
സാറിൻ്റെ ഈ ഒരു ഇത്രയും വലിയൊരു പി കെ ബഷീർ MLA എന്നുള്ള രീതിയിൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തി എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കുടുംബനാഥ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ ഈ ഒരു ഹാപ്പി ലൈഫിൻ്റെ ഒരു സീക്രട്ട് എന്താ? അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ തുറന്ന പുസ്തകമാണ്. എനിക്ക് എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യം ഉള്ള മാതിരി പറയും. ഞാനൊരാൾ ഒരു കാര്യം വന്ന് എന്നോട് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയും, ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ പറ്റാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് കുടുംബജീവിതത്തിലാണെങ്കിലും ഞാൻ മക്കളോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മക്കളോടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു. ചിലർ ഒരു MLA ബഷീറാക്ക ചിരിച്ചില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ ചിരി എന്നൊക്കെ പറഞ്ഞത് ഈ MP രാമൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ 2091 ഇലക്ഷന് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ചിരി എന്ന് പറഞ്ഞാൽ ഈ കാപ്പിട്ട് വെറുതെ അങ്ങനെ ചിരിക്കാൻ പറ്റുമോ? ചിരി വന്നിട്ട് വേണം ചിരിക്കാം, വെറുതെ അങ്ങനെ കാപ്പിട്ട് ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ എൻ്റെ കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എല്ലാത്തിനും സമയം കാണുന്ന ആളാണ്. ഞാൻ ടൂർ പോകുന്നതിന് സമയമാണ്, കുടുംബങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുന്നതിന്, മക്കളെടുത്ത് പോയിട്ട് അഥവാ മക്കളോടല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് അവരുടെ കൂടെ ഒരു 10-15 ദിവസം ഞാനും ഭാര്യയും പോയി കണ്ട് ഞങ്ങൾ അവരുമായി സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മറ്റ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൂർ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ സമയം കാണും. അപ്പോഴേ ഉള്ളൂ. അല്ലാതെ വെറും മറ്റിങ്ങനെ ജീവിതത്തിൽ എപ്പോഴും തിരക്കാണെങ്കിൽ മറ്റ് ഒരു സന്തോഷവും സമാധാനമല്ലോ. ഒരു മനസ്സ് റിലാക്സ് ആകാനും കാര്യത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിലൊക്കെ ഞാൻ സമയം കാണാറുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും ഒക്കെ ഞാൻ ആളുകളോട് തന്നെ പറയും. ചില പെരുന്നാൾ സമയത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും അന്ന് നാട്ടിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ അവരുടെ സമയം കണക്കാക്കിയിട്ട് വരുമ്പോൾ ഞാൻ പറയും, അന്ന് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എല്ലാത്തിനും ഒരു ചിട്ട എല്ലാ കാര്യത്തിലും വേണം. അതിനൊക്കെ സമയം കാണാറുണ്ട്. ഞാൻ ടൂർ പോവുകയാണെങ്കിലും പോവുകയാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും മക്കളായിട്ട്. അപ്പോൾ ഈ 2 മാസം മുമ്പ് തന്നെ ഞാൻ കുട്ടികളുമായിട്ട് ഈ കുമരകം ഒക്കെ ഫാമിലിയായിട്ട് ഇവിടെ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ 2 ദിവസത്തിന് പോയ ആളാണ്. എനിക്ക് അതിനൊക്കെ ഞാൻ സമയം കാണും. ഭാര്യയുടെ സപ്പോർട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനില്ലാത്തതുകൊണ്ട് വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ഭാര്യ തന്നെ കൈകാര്യം ചെയ്യും. പക്ഷേ എല്ലാ അഭിപ്രായങ്ങളും ചോദിക്കും, ഇന്നെ മാതിരി ചെയ്താൽ ഞാൻ പറയുകയും ചെയ്യും. അതിനൊക്കെ പിന്നെ വീട് കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് അതിൻ്റെ ഓവറായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും. അത് ഒന്ന് വിപുലീകരിച്ച് എല്ലാവരെയും അവരുടെ അധികാര സ്ഥാനങ്ങൾ മാനിച്ചു പോയാൽ കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് ഇതിൽ ഉള്ളത്. ബലം പിടിക്കാൻ പറ്റില്ല. വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള പി കെ ബഷീർ MLA എന്ന് പറഞ്ഞിട്ടുള്ള താങ്കളുടെ ഈ ഒരു ദിവസത്തിൽ ഒരു വളരെ വിലപ്പെട്ടൊരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ദർശന TVക്ക് വേണ്ടിയിട്ടും ദർശന TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ചിലവഴിച്ച താങ്കൾക്ക് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ സാറിൻ്റെ എല്ലാവിധ സംഭവങ്ങൾക്കും പദ്ധതികൾക്കും തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു.